കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രി ആര് എന്ന കാത്തിരിപ്പിലാണ് കോൺഗ്രസിൽ. ഇതുമായി ബന്ധപ്പെട്ട് സജീവമായ ചർച്ചകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതേസമയം അതിനിടയിലായിരുന്നു ഇപ്പോൾ കേന്ദ്ര നിരീക്ഷകരുടെ പക്കലുണ്ടായിരുന്ന ഡേറ്റയിൽ നിന്ന് അല്ലെങ്കിൽ ലിസ്റ്റിൽ നിന്നുള്ള ചില വിവരങ്ങൾ പുറത്തു വന്നത്. അവിടെ കെ.സി. വേണുഗോപാലിനെ KPCC അധ്യക്ഷനടക്കം പിന്തുണയ്ക്കുന്നതായി കാണുന്നു. നമ്മളോടൊപ്പം ഇപ്പോൾ ഡാൻ ചേരുന്നുണ്ട്. ഡാനോടൊപ്പം KPCCയുടെ അധ്യക്ഷനും ചേരുന്നു എന്നതാണ്. ഡാൻ, ഇതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദം ഇപ്പോൾ തന്നെ ഉയർന്നു വന്നിട്ടുണ്ട്. MLA-മാരുടെ പേരുകൾ അടക്കം പുറത്തു വന്നിട്ടുണ്ട്. അവിടെ KPCC അധ്യക്ഷനും കെ.സി. വേണുഗോപാലിനെ പിന്തുണച്ചു എന്നതാണ് ആ പട്ടികയിൽ നിന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുകയും ഒക്കെ ചെയ്യുന്നത്. എന്താണ് KPCC അധ്യക്ഷന് പറയാനുള്ളത്? എന്തൊക്കെയാണ് ഇപ്പോൾ കോൺഗ്രസിൽ നടക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്? പട്ടിക പുറത്തു വന്നതിൻ്റെ അല്ലെങ്കിൽ അതിലെ വളരെ രഹസ്യമായി നടത്തിയ ഒരു പ്രക്രിയയിലെ ഏറ്റവും നിർണായകമായ ചില വിവരങ്ങൾ ഇങ്ങനെ പുറത്തു വന്നതിൽ കോൺഗ്രസ് നേതൃത്വത്തിന് ചെറിയൊരു അസ്വസ്ഥതയുണ്ട്. കാരണം അത് വളരെ സുതാര്യമായി വളരെ ട്രാൻസ്പെറൻ്റായി നടക്കുന്ന ഒരു നടപടിക്രമമാണ്. അതിലെ വിവരങ്ങൾ ഇങ്ങനെ പുറത്തു വരിക എന്ന് പറയുന്നവർക്ക് അംഗീകരിക്കാനാവില്ല. അതാണ് സാഹചര്യം. എന്തായാലും KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് എന്നോടൊപ്പം ഏതാനും മിനിറ്റുകൾക്കകം ചേരും. അദ്ദേഹം ചില പ്രധാനപ്പെട്ട ചർച്ചകളിലാണ്. സണ്ണി ജോസഫ് നമുക്കൊപ്പം നമ്മുടെ പ്രേക്ഷകരോട് സംസാരിക്കുന്നതിന് വേണ്ടി ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. നമസ്കാരം KPCC പ്രസിഡന്റ്. ഒരു ചരിത്ര വിജയമാണ് ഉണ്ടായിരിക്കുന്നത്. പക്ഷേ ആ വിജയത്തിന്റെ ശോഭ കെടുത്തുന്ന തരത്തിലേക്ക് ഈ തെരുവിലേക്ക് ഇങ്ങനെ പ്രതിഷേധം വ്യാപിക്കുന്നത് ഒരു ഉചിതമായ കാര്യമാണെന്ന് തോന്നുന്നുണ്ടോ? ശോഭ കെടുത്തുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞു, ശോഭയ്ക്ക് മങ്ങലേൽപ്പിക്കുന്നു. തെരുവിലേക്ക് ഇത് എത്തിക്കാൻ പാടില്ല. ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ നേരത്തെ മുതൽ അങ്ങേ കാണുമ്പോൾ ചോദിക്കണമെന്ന് വെച്ചാൽ, അതായത് ഒരു മുഖം നേരത്തെ ഉയർത്തി കാണിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു തർക്കം അനവസരത്തിൽ ഉണ്ടാവും. അന്നേരവും തർക്കം ഉണ്ടാവും. ഒരു മുഖം ഉയർത്തി കാണിക്കാൻ ഒരു മുഖം അങ്ങനെ ഐക്യകണ്ഠേന രൂപപ്പെട്ടു വരണ്ടേ? അങ്ങനെ ഒരു മുഖം ഇല്ല. ആ പേരുകൾ അന്നും ഈ പേരുകളുണ്ട്. അന്നും ഈ പേരുകളുണ്ട്. അപ്പോൾ ഇതിനൊരു പരിഹാരം ഈ അത് ഇലക്ഷൻ ജയിച്ച് ആരൊക്കെ ജയിച്ചു വരുന്നവരുടെ അഭിപ്രായം, അന്നത്തെ സാഹചര്യം എല്ലാം പരിശോധിച്ചിട്ടാണ് കോൺഗ്രസ് നേരത്തെ അങ്ങനെ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് ഒരിക്കലും മുന്നോട്ട് വെക്കാറില്ല. ഒരു മുഖമായിട്ട് ഉയർത്തി കാണിക്കാറില്ല. അപ്പൊ ഈ വിജയത്തിന്റെ ക്രെഡിറ്റ് അങ്ങ് നോക്കുകയാണെങ്കിൽ ആർക്കാണ്? കൂട്ടായ്മയ്ക്കാണ്. എല്ലാവർക്കും കൂട്ടായ നേതൃത്വമുണ്ട്. അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഫുള്ളസ്റ്റ് സപ്പോർട്ട് കിട്ടിയ ഒരു ഇലക്ഷനാണ്. രാഹുൽ ഗാന്ധി, ഖാർഗെജി, കെ.സി. വേണുഗോപാൽ, ദീപാദാസ് മുൻഷി, IC സെക്രട്ടറിമാർ, അവരുടെ എല്ലാം കഠിന പരിശ്രമം, ലക്ഷ്യബോധം ഈ ഇലക്ഷനുണ്ടായിരുന്നു. എല്ലാവിധ സഹായങ്ങളും ഉണ്ടായിരുന്നു. പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ നിയമസഭയ്ക്കകത്തും പുറത്തും സമരങ്ങളും പൊതുയുഗ യാത്രയും നടത്തി. കോൺഗ്രസിന്റെ എല്ലാ കമ്മിറ്റികളും വളരെ സജീവമായിട്ട് ബൂത്ത് തലത്തിൽ SIR വോട്ടർ പട്ടിക പ്രവർത്തനം മുതൽ ഇലക്ഷനിലെ ക്യാമ്പയിനിങ് അവസാനത്തെ ദിവസം വരെ എല്ലാ പ്രവർത്തനങ്ങളും ശക്തമായിട്ട് UDF, മുസ്ലിം ലീഗ്, കേരള കോൺഗ്രസ്, RSP, CMP എല്ലാ കക്ഷികളും അതിൻ്റെതായ നല്ല പങ്കാളിത്തം, സജീവമായിട്ടുള്ള പങ്കാളിത്തം വഹിച്ചിട്ടുണ്ട്. ഇത് ടീം വർക്കിന്റെയും ഹാർഡ് വർക്കിന്റെയും നല്ലൊരു വിജയമാണ്. അപ്പം ഇതിന്റെ ക്രെഡിറ്റ് ഏതെങ്കിലും ഒരു വ്യക്തിയിൽ കേന്ദ്രീകരിക്കാൻ ഒരു ബോധപൂർവമായ നീക്കം നടത്തുന്നുണ്ടോ? ഒരു വ്യക്തിക്കും അതിന്റെ അകത്ത് മാറി നിൽക്കേണ്ട ആവശ്യമില്ല. എല്ലാ വ്യക്തികൾക്കും അവകാശപ്പെട്ടതാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു തർക്കം ഇപ്പോൾ ഉടലെടുത്തതെന്നാണോ? അല്ല, ക്രെഡിറ്റിനെ കുറിച്ചല്ലല്ലോ, ഇലക്ഷൻ റിസൾട്ടിന്റെ ക്രെഡിറ്റിനെ കുറിച്ചല്ല. എല്ലാവർക്കും പങ്കാളിത്തം ഉണ്ടെന്ന് എല്ലാവരും സമ്മതിക്കുന്ന കാര്യം. പിന്നെ ഒരു സ്ഥാനത്തേക്ക് വരുമ്പം ആഗ്രഹം ഉണ്ടാവും. പിന്നെ അവരാകണമെന്ന് ആഗ്രഹിക്കുന്ന മറ്റുള്ളവരുണ്ടാകും. സ്വയം ആഗ്രഹം ഉണ്ടാകും, അവകാശവാദങ്ങളുണ്ടാകും. അതെല്ലാം പരിഗണിച്ചിട്ട് തീരുമാനം. എന്തായാലും ആ ആഗ്രഹമുള്ളവരിൽ മുൻപന്തിയിൽ 3 പേരാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പം നിങ്ങളൊക്കെ പറയുന്ന ഏതാണ്ട് ഞങ്ങളും മനസ്സിലാക്കുന്ന 3 പേര്. നിങ്ങൾ പറയുന്നതാണ് ഞങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കിയത് 3 പേരാണ്. അപ്പൊ ഈ 3 പേരെയും തള്ളാനും മേല കൊള്ളാനും മേല, ഇതിൽ ഒരാളിലേക്ക് എത്താൻ കഴിയുള്ളൂ മുഖ്യമന്ത്രി പദത്തിലേക്ക്. അപ്പൊ ഈ 3 പേരിനെ സംഗ്രഹിച്ച് ഒന്നാക്കണം. അപ്പൊ അതിന് KPCC അധ്യക്ഷൻ എന്നുള്ള നിലയിൽ അങ്ങ് ആണ് ഒരു തീരുമാനം എടുക്കുന്നെങ്കിൽ അങ്ങയുടെ ഒരു അമിക്കബിൾ സെറ്റിൽമെന്റ്. ഹൈപ്പോത്തറ്റിക്കൽ ക്വസ്റ്റ്യൻ ഞാൻ ഒരിക്കലും ഉത്തരം പറയാറില്ല. എനിക്ക് ആ തീരുമാനം എടുക്കാനുള്ള അർഹതയും യോഗ്യതയും ഇല്ലാത്തതുകൊണ്ടാണ് ഹൈക്കമാൻഡിലേക്ക് ആ തീരുമാനം ഗോള് പാസ് ചെയ്ത് അങ്ങോട്ട് വിട്ടു കഴിഞ്ഞു. ഇന്നലെ യുനാനിമസ് റെസൊല്യൂഷൻ എടുത്തില്ല. ഞാൻ തന്നെ മൂവ് ചെയ്ത് പ്രതിപക്ഷ നേതാവ് പിന്തുണച്ച യുനാനിമസ് റെസൊല്യൂഷനാണ് അവർക്ക് വിട്ടിരിക്കുന്നു. അപ്പൊ അവരും ഈ വലിയൊരു ഭാരം ഏൽക്കണ്ടേ? കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അവർ 1-2 പേര് കൂടിയിരുന്ന്, ഖാർഗെജിയുണ്ട്, രാഹുൽജിയുണ്ട്, അവർ എല്ലാവരുമായിട്ട് ആലോചിച്ചിട്ട് തീരുമാനമെടുക്കും. ദേ ആർ മോർ എക്സ്പീരിയൻസ്ഡ്. അവർക്ക് ഇങ്ങനത്തെ കാര്യങ്ങളെ കൈകാര്യം ചെയ്യാനുള്ള നല്ല അനുഭവ സമ്പത്തുണ്ട്. അവരുടെ വാക്കുകൾക്ക് കൂടുതൽ സ്വീകാര്യതയുണ്ട്. അവര് നല്ല തീരുമാനം എടുക്കും, ഉചിതമായ തീരുമാനം എടുക്കും. അപ്പൊ ഏതായാലും ഒരാളുടെ മുഖത്തെ ചിരി പടരും, ബാക്കി എല്ലാവരും ചിരിക്കും. ആരും ചിരിക്കാതിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തുമെന്ന് ഉറപ്പാണ്? ഉറപ്പല്ലേ. അങ്ങ് എപ്പോഴാണ് ഡൽഹിക്ക് പോകുന്നത്? എന്നെ എപ്പോ വിളിപ്പിച്ചു അന്നേരം പോകാൻ റെഡി. ഇന്ന് പോവും? ഇന്ന് അറിയില്ല. ഇപ്പൊ അവർക്ക്
രാഹുൽജി അവിടെ ഉണ്ടോ എന്നറിയില്ല. ഖാർഗെജിനെ കണ്ടിട്ട് ഞങ്ങൾ പോകേണ്ട ആവശ്യമുണ്ടെങ്കിൽ വിളിപ്പിച്ചാൽ പോകാൻ റെഡി. രാവിലെ ഒരു ചിത്രം ചോർന്നത് അറിഞ്ഞായിരുന്നു? എനിക്കറിയില്ല, എങ്ങനെ പറഞ്ഞു. ഞാനത് കാണിക്കാം. അപ്പോൾ അതിൽ താങ്കളുടെ ഉൾപ്പെടെ പേരും അതോടൊപ്പം താങ്കളുടെ എൻ്റെ പേര് പത്രങ്ങളിൽ വന്നത് ഞാൻ ഹൈക്കമാൻഡിന് വിട്ടു എന്നാണ്. ഞാൻ ഹൈക്കമാൻഡിൻ്റെ ഏത് തീരുമാനത്തെയും പേരുകൾ വെച്ചുള്ള തീരുമാനത്തിന് ഉപരിയായിട്ട് ഏത് പേരിനെയും ഞാൻ സ്വീകരിക്കും. അതായത് താങ്കൾ പിന്തുണച്ച ആളല്ല. ഏത് പേര് ഞാനങ്ങനെ പ്രത്യേകിച്ച് പിന്തുണ പറഞ്ഞിട്ടില്ല. എല്ലാവരുടെയും സാധ്യതകളും എല്ലാവരുടെയും സാഹചര്യങ്ങളും ഞാനൊന്ന് വിശകലനം ചെയ്തിട്ടുണ്ട്. അതിനപ്പുറത്തെ ഒരു പേരിലും പ്രത്യേകമായിട്ട് സ്റ്റിക്ക് ഓൺ ചെയ്തിട്ടില്ല. ഏത് പേര് വന്നാലും ഹൈക്കമാൻഡ് പറയുന്ന ഏത് പേരിനെ ഞാൻ സ്വീകരിക്കും. താങ്കൾ ഒരു പർട്ടിക്കുലർ പേരിൽ മാത്രമല്ല കോൺസെൻട്രേറ്റ്? ഞാൻ എല്ലാ പേരുകളുടെയും പ്രോസ് ആൻഡ് കോൺസ് സാധ്യതാവശങ്ങളെല്ലാം പറഞ്ഞു. പക്ഷേ ഈ പുറത്തു വന്ന ചിത്രത്തിൽ താങ്കൾക്കൊപ്പം അതെനിക്കറിയില്ല. ചിത്രത്തിന്റെ സ്വീകാര്യതയോ അതിന്റെ ജെനുവിനെസ്സോ എനിക്കറിയില്ല. അറിയില്ല. താങ്കൾ 3 പേരുടെയും ഗുണവും ദോഷവും എല്ലാം വിശദീകരിച്ചിട്ടുണ്ട്. സാമാന്യം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. അപ്പൊ ഈ എന്നത്തേക്ക് മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കാൻ? ഞാൻ പറഞ്ഞില്ലേ, അതിന്റെ സമയം അവര് ഇന്നിപ്പം കാണും, ചർച്ച ചെയ്യും. വൈകുന്നേരമോ നാളെയോ ഞങ്ങളെ വിളിപ്പിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളുമായിട്ട് ചർച്ച ചെയ്യും. ഈ 3 പേരുണ്ടെങ്കിൽ ഒരു സമന്വയത്തിന് ഒരു പരിശ്രമം ഉണ്ടാവും. അത് പ്രഖ്യാപിക്കും. അപ്പം സത്യപ്രതിജ്ഞ എന്നത്തേക്കായിരിക്കും ഏകദേശം? അത് കഴിഞ്ഞിട്ട് മുഖ്യമന്ത്രിയായിട്ട് നിയോഗിക്കപ്പെടുന്ന ആള് ഗവർണറെ കണ്ട് തീരുമാനിക്കേണ്ടതാണല്ലോ. എന്നാലും അടുത്ത ആഴ്ച ഗവർണർക്ക് ഇപ്പൊ 2 സ്റ്റേറ്റിന്റെ ചാർജും അല്ലേ. അതെ അതെ. പിന്നെ അവരുടെ ഗവർണറെ കൂടെ സൗകര്യം നോക്കിയിട്ട് മുഖ്യമന്ത്രിയായി നിയോഗിക്കപ്പെടുന്ന വ്യക്തി പോയിട്ട് തീരുമാനിക്കും. എന്നാലും നീട്ടിക്കൊണ്ട് പോകുന്നത് അടുത്ത അത് കിട്ടണ്ടയില്ല, പരമാവധി വേഗത്തിലാണ്. അപ്പൊ അടുത്ത ആഴ്ച തന്നെ പ്രതീക്ഷിക്കാം. അതുണ്ടാവും. ഓക്കെ. അപ്പോൾ എല്ലാ ആശംസകളും. ഡൽഹി യാത്ര ശുഭകരമാകട്ടെ. അപ്പോൾ അതാണ് KPCC അധ്യക്ഷന് പങ്കുവെക്കാനുള്ളത്. അദ്ദേഹം തിരക്കിലാണ്. ഒരുപക്ഷെ ഇന്ന് തന്നെ ഡൽഹിയിലേക്ക് പോകുമെന്ന് പറയുന്നു. എന്തായാലും താൻ 3 പേരുടെ പേരുകളുടെ ഗുണങ്ങൾ ദോഷങ്ങൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെയെങ്കിൽ ആ ചിത്രത്തിൻ്റെ ആധികാരികത കൂടി ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യമാണ് KPCC പ്രസിഡന്റിന്റെ വാക്കുകളിൽ നിന്ന് വായിച്ചെടുക്കേണ്ടത്. യെസ്, എന്തായാലും 3 പേരുകൾ എന്നത് ഇപ്പോൾ KPCC അധ്യക്ഷൻ സ്ഥിരീകരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ആ 2 പേരുകൾ ഈ പറയുന്നത് പോലെ തെരഞ്ഞെടുക്കപ്പെട്ട MLA-മാരാണ്, നിയുക്ത MLA-മാരാണ്. 3ാമത്തെ പേരാണ് KC വേണുഗോപാലിൻ്റേത്. അപ്പോൾ കേരളം വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്കൊക്കെ പോകേണ്ട സാഹചര്യം കൂടി നമുക്കിപ്പോഴും നിഷേധിക്കാനാവില്ല. അതായത് KPCC അധ്യക്ഷനും വളരെ കൃത്യമായി പറയുന്നുണ്ട് 3 പേരുകൾ പരിഗണിക്കപ്പെടുന്നു. ആ 3 പേരുകളുടെയും സാധ്യതകൾ, ആ 3 പേരുകളും ഉയർന്നു വരുമ്പോൾ ഓരോരുത്തരുടെയും ഗുണദോഷങ്ങൾ തന്നെയായിരിക്കണം സ്വാഭാവികമായും KPCC അധ്യക്ഷൻ പറയുന്നത്. അവിടെ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ സാധിച്ചിട്ടില്ല സംസ്ഥാന നേതൃത്വത്തിന് എന്നത് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെയാണ് ഹൈക്കമാൻഡ് അന്തിമമായൊരു തീരുമാനമെടുക്കട്ടെ എന്ന നിലയിലേക്ക് എത്തുകയും ചെയ്യുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.